ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു പ്രായമെത്തിയാൽ നമുക്കറിയാം, മദ്യമാണേലും മയക്കുമരുന്നാണേലും നമുക്ക് ഉപയോഗിക്കാം, ഏത് കാര്യമാണെങ്കിലും നമുക്ക് ഉപയോഗിക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ ചോയ്സിലേക്ക് വരും. ഇത്രയും തന്നെ പറയാറുണ്ട്, 18 വയസ്സായി കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് തിരിച്ചറിവുണ്ടാകുന്നു, അല്ലെങ്കിൽ അത് സ്വതന്ത്രമായി ചിന്തിക്കാൻ പറ്റുന്നു എന്നുള്ളത്. പക്ഷെ അതിൽ താഴെയുള്ള കുട്ടികൾക്ക്, അതായത് സ്കൂൾ കുട്ടികളിലേക്ക് ഈ മയക്കുമരുന്ന് എത്തുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമല്ലേ? നിങ്ങളെ പോലുള്ള ആൾക്കാർ പറഞ്ഞു പരത്തി ഉണ്ടാക്കുന്ന ഈ മഫിയ സംഘങ്ങളെ ഉൽപ്പാദിപ്പിച്ചതാണ് അതിന് കാരണം. വേറെ ഒരു കാര്യമില്ല. നിങ്ങളുടെ സ്കൂൾ, ഇവിടുത്തെ സ്കൂൾ, ഏത് സ്കൂളിൽ പഠിച്ചാലും മയക്കുമരുന്ന് മദ്യം ഉപയോഗിച്ചു. അത്രയും ശ്വാസം മുട്ടുന്ന സ്കൂളുകളാണ് മുഴുവൻ. കുട്ടികളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ വലിച്ചു പറിച്ച് കളയുന്ന സ്ഥലമല്ലേ. അവധിയുണ്ടോ ഇന്ന് ഒരു കുട്ടിക്ക്? കളിക്കാൻ അനുവദിക്കുന്ന എവിടെയാണ്? കളിക്കാൻ കഴിഞ്ഞാൽ കോമ്പറ്റീഷന്, അതിനാണ് കളിക്കുന്നത്. അല്ലാതെ ചുമ്മാതെ കളിക്കാനായിട്ട് ആരും അനുവദിക്കത്തില്ല. എന്താണ് പാട്ട് പാടുന്നത്, ഡാൻസ് ചെയ്യുന്നത്, എല്ലാം കോമ്പറ്റീഷനല്ലേ. അത് വളരെ സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്. വിദ്യാഭ്യാസ പഠനം എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്നതും ശരിക്കും പറഞ്ഞാൽ സാമൂഹിക ദ്രോഹവും കൂടെയാണ്. ഈ കുട്ടികളെ ഒന്നും മനസ്സിലാക്കാതെ അവരെ സ്കൂളിൻ്റെ ക്രെഡിറ്റിന് വേണ്ടി ഉണ്ടാക്കുന്ന വസ്തുക്കളാണ്. ഇതൊന്നും നിങ്ങൾക്ക് ചർച്ചയ്ക്കില്ല. അതിൻ്റെ ഔട്ട്ലെറ്റായിട്ടാണ് അത് വരുന്നത്. അതുകൊണ്ട് എല്ലാവരും സെർച്ച് ചെയ്യും. അത്രയും ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന ഒരു സമൂഹത്തിനകത്താണ് A+ മേടിക്കാതെ ജീവിക്കാൻ പറ്റാതാകുന്ന സ്ഥലമാണ്. അതിന് ഒരു ദ്രോഹി ഞാനാണ്. ഞാനും എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവർ ഈ റാങ്ക് വലിയ പ്രശ്നമാണെന്ന് കണ്ടെത്തിയാണ് ഗ്രേഡ് സിസ്റ്റം ഉണ്ടാക്കിയത്. അതിൻ്റെ റെക്കമെൻഡേഷൻ കൊടുത്ത് നമ്മൾ ചെയ്തെടുത്തവരണം. പക്ഷേ ഈ A+ അതിനേക്കാളും കാരണം എല്ലാവർക്കും A+ മേടിക്കാവുന്ന കാരണം കൊണ്ട് ടെൻഷൻ അടിക്കാത്ത ഒരാളും ഇല്ലാതെ. മറ്റേതാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേര് ഒരു സ്കൂളിനകത്ത് 2-3 പേർക്ക് മാത്രമേ എന്തായാലും റാങ്ക് കിട്ടത്തുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അവർ വിഷമിച്ചാൽ മതിയായിരുന്നു. ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, ഞാൻ അന്ന് ചെയ്ത ദ്രോഹം അതിഭീകരമാണ്. കാരണം രോഗം പരത്തുകയാണ് ചെയ്തത്. റാങ്കിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ റാങ്കിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ റാങ്ക് പഠിച്ച് പാസ് കിട്ടുന്നവർ എന്തെങ്കിലും ആയതായിട്ട് നാട്ടിലുണ്ടെന്ന് ചോദിക്കുമ്പോൾ എല്ലാ വർഷവും റാങ്ക് മേടിക്കുന്നവരുണ്ട്. 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ അവരുടെ എല്ലാം നമ്മൾ കണക്കെടുത്തായിരുന്നു. 1000 റാങ്കുകാരനെ എടുത്താൽ 2-3 പേരുണ്ടാവും എന്തെങ്കിലും തരത്തിൽ സാമൂഹിക കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരെങ്കിലും ആകുന്നത്. ബാക്കി ഒരാളെ പറ്റി നമ്മൾ പിന്നെ കേൾക്കാറ് പോലുമില്ല. പിന്നെ എന്തിനായിരുന്നു അവരിങ്ങനെ? അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മളന്നിങ്ങനെ വെച്ച്. അതുകൊണ്ട് ഈ റാങ്ക് സിസ്റ്റം വേണ്ട, ആളുകൾ ഗ്രേഡ് സിസ്റ്റം മതി എന്ന് പറഞ്ഞൊക്കെ ചെയ്താണ് ഞാനതൊക്കെ ചെയ്തത്. പക്ഷെ ഇന്ന് ഞാനത് പറയുകയാണെങ്കിൽ പരീക്ഷ നടത്താതെ ഇരിക്കാമെങ്കിൽ മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നത് കുറയും. പരീക്ഷയെ വേണ്ട, പരീക്ഷ ആവശ്യമില്ല. എന്തിനാണ് പരീക്ഷ? അത് പണ്ട് ആൾക്കാരെ 100 പേരെ നിങ്ങൾക്ക് ജോലിക്ക് ആവശ്യമുണ്ട്. 1000 പേര് പഠിക്കുമ്പം അതിനകത്ത് നിന്ന് 100 പേരെ എടുക്കുന്നതിനാണ് ഈ പരീക്ഷ. മറ്റുള്ളവരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് പരീക്ഷ, അല്ലാതെ കുട്ടികളെ പഠിപ്പിക്കാനുള്ളതല്ല. കുട്ടി എത്രത്തോളം പഠിച്ചു എന്ന് നമ്മൾ ആരെന്തിനാണ് പരിശോധിക്കേണ്ട ആവശ്യം? വേറെ കുട്ടികളെ ആളുകൾ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ആ പറയുന്ന ന്യായം പറയുന്നത്. വിദ്യാഭ്യാസം ഒരു കുട്ടിക്ക് കിട്ടേണ്ടത് ആ കുട്ടിയുടെ ആവശ്യത്തിനാണ്. അവിടെ ആരും പരീക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തെങ്ങേ കയറാനായിട്ട് അല്ലെങ്കിൽ മരത്തെ കയറാനായിട്ട് പരീക്ഷിക്കേണ്ട കാര്യമില്ല. കയറണമെന്നുണ്ടെങ്കിൽ പഠിച്ചേ പറ്റും. അങ്ങനത്തെ ഒരു സാധനവും ഇല്ലാതെ കാണാതെ പഠിപ്പിക്കുന്ന സിസ്റ്റം ഉണ്ടാക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പണിയെടുക്കേണ്ടി വരുന്നത്. അത് പഠിക്കുന്നത്, പറത്താൻ അറിയുക എന്ന് പറയുന്നത് പഠിക്കുക ചെയ്യുന്നത്. അതിനാരും ഒന്നും പരിശോധിക്കണ്ട. ഈ പരിശോധിക്കുന്ന മുഴുവനും നിങ്ങളൊരു വസ്തു ആകുന്നതുകൊണ്ടാണ്. നമ്മൾ മാങ്ങ മേടിക്കാൻ പോകുമ്പം നല്ലതാണെന്ന് ഞെക്കി നോക്കുന്നത് പോലെ, അതുപോലാണത്. അല്ലാതെ അത് മാങ്ങ താനേ പഴുക്കുക ചെയ്യുന്നത്. അത് നല്ല ഗുണമുള്ളതായിട്ടിരിക്കും. വേറെ ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ്, ഉപയോഗിക്കുന്ന യുക്തിക്കകത്താണ് ഈ പരീക്ഷകളെല്ലാം നിൽക്കുന്നത്. അങ്ങനെ അല്ല വിദ്യാഭ്യാസമൊക്കെ വേണ്ടത്. അതവിടെ നിൽക്കട്ടെ, അത് വേറൊരു വിഷയം തന്നെയാണ്. നമ്മളിപ്പോൾ പറയുന്നതിനകത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ബ്രിട്ടീഷുകാർ ആരംഭിച്ച അവർക്ക് കുറച്ച് പേരെ ഇന്ത്യക്കാരെ വേണം. ഇന്ത്യക്കാരെ കൊണ്ട് പഠിപ്പിക്കണം. അതിനുവേണ്ടി അവരുണ്ടാക്കിയ ഗുമസ്തന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഉണ്ടാക്കുന്നതിന് വേണ്ടി അവരുണ്ടാക്കിയ സിസ്റ്റമാണ് നിങ്ങളെന്നും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശ്വാസം മുട്ടുന്ന നിലവാരത്തിലുള്ള സംഭവം മുഴുവൻ വരുന്നത്. അങ്ങനെയൊന്നും അല്ല ക്ലാസ് റൂമൊന്നും. ഇങ്ങനത്തെ ക്ലാസ് റൂമൊന്നും ഇതൊക്കെ അസംബന്ധം പിടിച്ച് യൂസ്ലെസ് ആയ സിസ്റ്റംസും കൂടാണ്. അതിൻ്റെ പ്രോഡക്റ്റിനകത്ത് ഈ പറയുന്ന ടെൻഷൻ ബിൽഡിങ് ചെയ്യുന്ന എല്ലാ സാധനവും. കാരണം അവധിക്കാലം ഇല്ലെന്ന്, ട്യൂഷൻ കാലമാണ്.
ഇനി അവധിക്കാലത്ത് ട്യൂഷൻ അല്ലെങ്കിലോ, നേരത്തെ പറഞ്ഞാൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. അത് മുഴുവൻ ക്യാമ്പ് ഇതുപോലുള്ള വെച്ച് ഈ കുട്ടികളെ മുഴുവൻ അവിടെ ഇട്ട് വീണ്ടും ഈ പണിയെടുപ്പിക്കുക എന്നുള്ളതാണ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ സ്കൂളും കോളേജൊക്കെ മറന്നു പോകേണ്ട കുറേ ദിവസമുണ്ട്. ഇതൊന്നും സംഭവിക്കുന്നില്ല. അത്രയും സ്ട്രീം ലൈൻ ചെയ്ത ആളുകളാണ് ഇതിൻ്റെ വൾണറബിളായ വാങ്ങലുകാരായി അവർ മാറും. അതുകൊണ്ടാണ് ആ ലെവലിൽ കൂടുന്നത്. ഇപ്പം നിരോധിച്ചിട്ട് അഗ്രസീവ് സെയിൽ നടത്തുന്ന ഒരു വിഭാഗത്തിന്, ക്രിമിനൽസിനെ നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച് മറുവശത്ത് അതിൻ്റെ ഉപഭോക്താക്കളാകാൻ വൾണറബിളായിരിക്കുന്ന പ്രായത്തിലുള്ളവരുടെ അടുത്ത് സ്വാഭാവികമായി എത്തിച്ചേരും. ലോകത്ത് ജീവിതത്തിനകത്ത് ചലഞ്ചസ് അനുഭവിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ് യൗവനം എന്ന് പറയുന്നത്. അതെല്ലാ ആൾക്കാരും പിണങ്ങുന്ന സമയത്ത് അന്ന് മദ്യം കഴിക്കുകയും സിഗരറ്റ് വലിക്കുകയൊക്കെ ചെയ്യുന്നവർ തന്നെയാണ്, പ്രതിഷേധിക്കുന്നവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. വഴക്കിടുന്ന എന്ത് ചെയ്യരുതെന്ന് പറയുന്നതെല്ലാം ചെയ്യുന്ന ദിവസമാണ് വഴക്കിടുന്ന ദിവസം. ഇതെല്ലാ കുട്ടികളും ചെയ്യും, ഓടിപ്പോവും. ഇതൊന്നും അവരെ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പ്രശ്നം മുഴുവൻ നിൽക്കുന്നത്. അപ്പോൾ ആ മേഖലയ്ക്കകത്ത് തിരിഞ്ഞു പോലും നോക്കാതെ അത് അങ്ങനെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അത്രയും കൂടും. ഈ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഭീകര പ്രസ്ഥാനമല്ലേ. ആ ഭീകര പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് അതിന് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ടായില്ലേ. അടിമകളെ പോലും ഇല്ല, മനുഷ്യത്വരഹിതമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഉണ്ടായത്. അതുകൊണ്ട് ആ തൃശ്ശൂർ പൂർണ്ണമായി യോജിക്കുന്നു. അല്ല, ഇത് ഈ ഏരിയകൾ നിങ്ങൾ കാണാം. അപ്പോൾ എന്ത് പറ്റി, അവിടേക്ക് നമ്മുടെ സ്റ്റുഡൻസ് പോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാ കോളേജിനകത്ത് ഇതുപോലുള്ളവരായിട്ട് എല്ലായിടവും മാറി. മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അപ്പം വളഞ്ഞു വളരും. സമ്മർദ്ദം എത്ര നിങ്ങൾ കൂട്ടുന്നോ, നിങ്ങൾ എത്ര നന്നാക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം വളഞ്ഞു വളരും. ഈ സമൂഹം ഇത്രയും ക്രിമിനലൈസ് ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ ഈ നന്നാക്കൽ കാരണം. ഇതൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഈ ഏരിയകൾ ചർച്ച ചെയ്യാതെ നിരോധിച്ച് എല്ലാവരുടെയും CCTVയും വെച്ച് എല്ലാവരെയും ഒരു പോലീസുകാരൻ ഒരാൾക്ക് വേണ്ടി കൊടുത്തിട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള വിവരം കെട്ട മനുഷ്യരുടെ ഭരണ സംവിധാനത്തിനകത്ത് ഉണ്ടാകുന്നതാണ് ആ വിവരം. അതുകൊണ്ട് അതിൻ്റെ മേളിൽ എനിക്ക് വേറെ ചർച്ച ചെയ്യുന്നില്ല. ഇവിടുത്തെ മുഴുവൻ കുട്ടികളും ഞാൻ വളരുന്ന സമയത്തും എല്ലാ സ്കൂളിൻ്റെ ചുറ്റിനും കഞ്ചാവ് മേടിക്കാൻ കിട്ടുമായിരുന്നു. ഈ പറയുന്ന കറപ്പ് ഇവിടുത്തെ സകല ആയുർവേദ കടയ്ക്കകത്തൂടെയും ഗുളിക പഞ്ചാരകുളം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമായിരുന്നു. അത് കഴിക്കാത്ത ഒരു വയസ്സന്മാരും ഇല്ലായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കറിയാവുന്ന എല്ലാ വയസ്സരെയും കാണാൻ പോകുമ്പം ഞങ്ങൾ പുകയില മേടിച്ചിട്ടായിരുന്നു പോകുന്നത്. അതെ, പണ്ട് കാലത്ത് അതൊരു അത് ഈ പണ്ട് കാലത്ത് അപ്പം പണ്ട് കാലത്തൊന്നും ഇല്ലല്ലോ. ഇപ്പം അല്ല, പണ്ട് കാലത്തൊന്നും ഇല്ലല്ലോ. അന്ന് നല്ല കാലം കാരണം ഇരിക്കപ്രതിയില്ല. അന്ന് പുകയില സർവ്വസാധാരണമായി പുകയില എന്ന് ഞാൻ പറയുന്നത് നിക്കോട്ടിൻ, അത് എല്ലാവരും ചെല്ലപ്പെട്ടി ഇല്ലാത്ത ഒരു വല്യമ്മയില്ല. ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നവരല്ലേ. സകലരും കറുപ്പ് കഴിക്കുന്നവരായിരുന്നു വയസ്സന്മാർ മുഴുവൻ പേരും. അത് ആയുർവേദ മെഡിസിൻ എന്ന് പറഞ്ഞാൽ അവിടെ പോകുമ്പോൾ അവർ ഗുളികയാക്കി കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ തന്നെയാണ് നമ്മൾ. ഒരു ഇഞ്ച് കൂടിയിട്ടില്ല എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. ഇത് മുഴുവനും വേറൊരു പണിയില്ലാത്ത. അവിടെ ഒരു സംശയം ചോദിക്കട്ടെ, നമ്മൾ പുകയില ഇങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഒരു വ്യക്തിക്ക് ഒരു ക്രൈമിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസിയോ ഒരു അഡിക്ഷൻ ആയെങ്കിൽ പോലും അതിനകത്ത് നമ്മൾ വേറെ തരത്തിലേക്ക് പോകുന്നില്ലല്ലോ. MDMA പോലെയുള്ള സാധനങ്ങളും ഇഞ്ചക്ഷനും ആരാണ് ഈ ക്രൈം ഒക്കെ ചെയ്യുന്നത്? ആ ഒരു തരത്തിൽ മാറുന്നില്ലേ? ഈ ആളുകളെല്ലാമാണോ ഈ ക്രൈം എല്ലാം ചെയ്യുന്നത്? കൊല്ലുന്നവരുടെ എണ്ണം എടുത്താൽ സെയിനായ ആളുകളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊല്ലുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളിനകത്ത് കൊല്ലുന്നത്രയും ഈ കഞ്ചാവ് വലിച്ചവർ കൊല്ലുന്നുണ്ടോ? പറ, നിങ്ങൾക്ക് കണക്കെടുക്കാൻ പറ്റുന്ന ആളല്ലേ. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ പ്ലാൻ ചെയ്ത് കൊല്ലുന്നത്രയും, ഇവിടുത്തെ ബിസിനസ്സുകാരുടെ ഗുണ്ടാസംഘങ്ങൾ പ്ലാൻ ചെയ്ത് കൊല്ലുന്നത്രയും ആരാണ് ഈ കഞ്ചാവ് വലിച്ചവരും ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചവരും? മദ്യം കഴിച്ചവരല്ലല്ലോ, അവർ മയക്കുമരുന്നല്ലല്ലോ. കൊല്ലുന്നവരുടെ കണക്കെടുത്ത് ആര് കൊല്ലുന്നതാണ് കൂടുതൽ? കണക്ക് നമ്മളിത് ആരും എടുത്തിട്ടില്ല, ആരും എടുക്കത്തില്ലത്. കാരണം അത് എടുത്താൽ നിങ്ങൾ ഈ പറയുന്നത് അല്ല, നിങ്ങളത് പറയാനും നിങ്ങൾക്ക് പറ്റത്തുമില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് എടുക്കത്തില്ല. പക്ഷേ
കൊലപാതകങ്ങൾ നടന്നു എന്ന് പറഞ്ഞ് വെക്കുന്നത് മുഴുവൻ എന്തായാലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരല്ല. മയക്കുമരുന്ന് ഉപയോഗിക്കാത്തവരാണ് ഏറ്റവും കൂടുതൽ കൊല്ലുന്നത്. അതെങ്ങനെ നമുക്ക് അങ്ങനെ സ്ഥാപിക്കാം? നമുക്ക് നിങ്ങൾ വെറുതെ കൊലപാതകങ്ങൾ എടുത്താൽ മതി. ആത്മഹത്യ ചെയ്യുന്നതും കൊലപാതകത്തിൻ്റെയും കണക്കെടുത്താൽ മതി. ബാക്കിയെല്ലാം ഈ പ്രചാരണത്തിൻ്റെ മുകളിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ആഠ്യനായ മദ്യം ചെയ്യുന്നത് നിങ്ങളുടെ കണക്കിൽ ഒരിക്കലും കാണത്തില്ല. എന്നുവെച്ചാൽ എത്രയധികം വയലൻസ് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു മയക്കുമരുന്നും ഇല്ല. അത് വളരെ സുലഭമായി ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ് ഇത് പറയുന്നത്. എന്ത് ന്യായമാണത്? അതിന് നിയന്ത്രണങ്ങൾ വെച്ചിട്ടില്ലേ? അതുപോലത്തെ നിയന്ത്രണങ്ങളെപ്പറ്റി മാത്രമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആയുർവേദ മരുന്നിനകത്ത് കറുപ്പും കഞ്ചാവും ചേർക്കാത്ത വളരെ കുറച്ചേ കാണത്തുള്ളൂ. കാരണം ഇതൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ, ഇത് വന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലേ പറ്റൂ. പണ്ട് വിപ്ലവാരിഷ്ടം കൊടുത്തിരുന്നതാണ് ഈ ആയുർവേദ മെഡിസിൻ മുഴുവൻ. വിപ്ലവാരിഷ്ടം എന്നാണ് അതിന് പറയുന്നത്. അരിഷ്ടം കുടിക്കുന്നവര് ഇത് അതിനകത്ത് എന്താണുള്ളത്? ആൽക്കഹോളാണുള്ളത്. അതുകൊണ്ടാണ് എല്ലാവരും അത് മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നത്. അരിഷ്ടം എന്ന് നമ്മൾ പറയുന്നത് മുഴുവനും മദ്യമാണ്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ ആയുർവേദ മെഡിസിനകത്ത് കഞ്ചാവ് ചേർക്കാതിരിക്കും വളരെ കുറച്ചേ കാണത്തുള്ളൂ. കഞ്ചാവ് മോശമാണെന്നോ ഇതൊന്നും അതിൻ്റെ ചർച്ചയ്ക്കകത്തൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ഈ എന്താ പറയണ്ട ആഠ്യത്വത്തോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് കാണുന്നതാണ്. ആരാണ് ഈ കുടിക്കരുതെന്ന് പറയുന്നത്? ആരാണിത് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്? സാധാരണ ജോലി ചെയ്യുന്നവർ ചെയ്യരുതെന്നാണ് ഈ പറയുന്നത്. ഈ 5 സ്റ്റാർ ഹോട്ടലിലെല്ലാം മദ്യവും മയക്കുമരുന്നും കൊടുക്കത്തില്ലേ? എല്ലാ പാർട്ടിക്കും കൊടുക്കുന്നതല്ലേ? എല്ലാ പണക്കാരുടെയും ഈ സെലിബ്രേഷൻ എന്ന് പറയുന്ന ഈ സാധനങ്ങൾ കഴിച്ചിട്ടല്ലേ? ഇത് മുഴുവൻ അവിടെ ഉപയോഗിക്കത്തില്ലേ? അവിടെ കാണാൻ റെയ്ഡുണ്ടോ? അവരെ ആരെങ്കിലും ജയിലിടാറുണ്ടോ? ഈ ഇടുന്നവർ മുഴുവനും ദരിദ്രവാസികളാണ്. കാരണം 24 മണിക്കൂർ അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റത്തില്ല എന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം മദ്യം ഉപയോഗിച്ച് ദാരിദ്ര്യം ബാധിക്കും എന്നുള്ളതാണല്ലോ കണക്ക്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പണക്കാർ മുഴുവൻ ദരിദ്രരായി എന്നേ മാറിപ്പോയാൽ. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അപ്പം ദരിദ്രവാസി കുടിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. അത് നല്ല കൂലി കൊടുത്താൽ മതി. പണക്കാരന് കിട്ടുന്ന കൂലി കൊടുത്താൽ മതി, ദാരിദ്ര്യം വരത്തില്ല. അപ്പം അത് കൊടുക്കത്തില്ല. അതേ സമയത്ത് ഇവനെ പിറ്റേ ദിവസം ഇതേപോലെ പണിക്ക് വേണം. അപ്പോഴാണ് അവർ അവിടെ കുടിച്ച് അവർ ഹാങ് ഓവറായിട്ട് കിടക്കുന്നത് നമുക്ക് പ്രശ്നമായി മാറുന്നത്. ഇങ്ങനെയാണ് ഈ മോറൽ